സംബന്ധിച്ചുകൊണ്ട് ഈ ജൂബിലി കമ്പനിയിൽ നിന്ന് ആരംഭിക്കുന്ന കഴിഞ്ഞ 120 സംഘടനയിലേക്കാണ് ഇപ്പോൾ പ്രദർശനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാ പാലാ ജൂബിലിയാണ്. അപ്പോൾ ജൂബിലി കാണാത്ത പാലാ നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഒന്നും പറയാനില്ല, ഞങ്ങൾ ഹാപ്പൻസും പാലാ ജൂബിലിയാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളത് കാണുക കേട്ടോ. പാലായിലെ ജൂബിലി വിശേഷങ്ങളാണ് ഇന്നലെയും മിനിങ്ങാന്നും നടന്നതായ ചെറിയ കാര്യങ്ങളാണ് ഞാൻ എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ശരി. മുമ്പേ പ്രദക്ഷിണമാണ് കഴിഞ്ഞത്. പാലാ പട്ടണത്തിന് നടുവിലുള്ള റോഡിൽ കൂടെ കുരിശുപള്ളിയിലോട്ട് നടക്കുന്ന നടന്നു പോകുന്നതാണ് ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയോടുള്ള വണക്കം പ്രഖ്യാപിക്കുവാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് പന്തലിന്റെ നടുവിൽ നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതാണ്. പന്തലിന്റെ മുൻവശത്ത് ആളുകൾ കൂട്ടക്കൂടി നിൽക്കുന്നത് ദയവായിട്ട് ഒഴിവാക്കുക. തിരുസ്വരൂപം സംബന്ധിച്ചുകൊണ്ട് ഈ ജൂബിലി കമ്പനിയിൽ നിന്ന് ആരംഭിക്കുന്ന കഴിഞ്ഞ 120 തിരുനാൾ കമ്മിറ്റി ആഘോഷ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സംബന്ധിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം 8 മണിക്ക് പാലാ കാർണിവല ജൂബിലി എന്ന് പറഞ്ഞ പാലക്കാർക്കുള്ള കോട്ടഞ്ഞിട്ടുകാർക്കും എല്ലാം ഒരു വലിയ ഒരു സന്തോഷമുള്ള നിമിഷമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പാലായെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഡിസംബർ 8-ാം തീയതി വിശുദ്ധ ദേവമാതാവിൻ്റെ അമലാഭ തിരുനാൾ ദിവസം.
മരണത്തെ പിടിച്ചുകൊണ്ട് കാഴ്ചവെക്കൽ അഭ്യാസം വേഗം വരിക. അൽഫോൻസേ अरे बेटा चालू कर चालू करे ഭാഷയാണ് പറയുന്നത്. കൊണ്ടുപോയി കാണിക്കാം. ഞാൻ കാണിച്ചു തരാം. വലിയ ടിക്കറ്റ് എടുക്കാൻ വന്നത് വരും വരും വരുന്നു ആരംഭിക്കുന്നു. പാലാ കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയിൽ നിന്ന് മാർ തോമസ് ലീഹായുടെ തിരുസ്വരൂപവും സംബന്ധിച്ചുകൊണ്ടുള്ള പ്രദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടാരമറ്റം ശാസ്താകോമ സംഘടനത്തിലേക്കാണ് ഇപ്പോൾ പ്രദർശനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരമറ്റം ശാസ്താ കോംപ്ലക്സ് സംഘടനത്തിൽ നബീന് അർപ്പിച്ച സന്ദേശം നൽകിയ ശേഷം ഇരു പ്രദക്ഷിണങ്ങളും ഒറ്റ പ്രദക്ഷിണമായി മാറി പാലായുടെ പ്രധാന രീതിയിലൂടെ 9 മണിക്ക് ജൂബിലിയുടെ പേരിൽ ഒറ്റ പ്രദക്ഷിണമായി സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള വണക്കം പ്രഖ്യാപിക്കുവാനും ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് പന്തലിന്റെ നടുവിൽ നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതാണ്. പന്തലിന്റെ മുൻവശത്ത് ആളുകൾ കൂട്ടക്കൂടി നിൽക്കുന്നത് ദയവായിട്ട് ഒഴിവാക്കണം. ആളുകൾ നേർച്ച കാശിന് സമർപ്പിക്കാനുള്ള സൗകര്യം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തിരുനാൾ കമ്മിറ്റി ആഘോഷ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സംബന്ധിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം 8 മണിക്ക് പാലം ജംഗ്ഷനിൽ നിന്നും 10,000 വലിയ ഭക്തരുടെ അകമ്പടിയോടുകൂടി ജാതിമത വർണ്ണവർഗ ഭേദമില്ലാതെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഭാവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് പരസ്യമായിട്ടുള്ള വണക്കം പ്രഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സംബന്ധിച്ചുകൊണ്ട് അമ്പലചുംബിയായി പാലായുടെ ഹൃദയഭാഗത്ത് നൽകുന്ന അവരുടെ ചുംബി കപ്പകളിലേക്ക് ിരിക്കുന്ന ആളുകളും ഈ തിരുനാളിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ ഭക്തരുമെല്ലാം ഒന്നു ചേർന്ന് 10,000 വലിയ ഭക്തർ അനുഭാവനം ചെയ്യുന്ന മുത്തക്കുടകളാലും പൊൻവഴി കുരിശുകളാലും അകമ്പടി സേവിക്കുന്ന പാലായുടെ നഗരവീഥികൾ ആഘോഷമായി വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ അലങ്കരിച്ചിരിക്കുന്ന പാലായുടെ നഗരവീഥികളിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമായി ചൊരിഞ്ഞുകൊണ്ടുള്ള ആഘോഷമായ പട്ടണ പ്രദക്ഷിണം നാളെ വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് ഈ ജൂബിലി കപ്പേളയിൽ സമാപന ആശീർവാദത്തോടുകൂടി അവസാനിക്കുന്നതാണ്. ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുവാൻ പരിശുദ്ധ ദൈവമാതാവിനുള്ള നമ്മളുടെ പരസ്യമായിട്ടുള്ള വണക്കം പ്രഖ്യാപിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ വലിയ ഭക്തരെയും സ്നേഹപൂർവ്വം നാളത്തെ പട്ടണ പ്രദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഡിസംബർ മാസം 9-ാം തീയതി രാവിലെ 5:30 മണിക്ക് ഈ തിരുനാൾ ഈ ജൂബിലി കപ്പേള നിർമ്മിച്ച പൂർവ്വപിതാക്കന്മാരുടെ സ്മരണയ്ക്കായിട്ടുള്ള വിശുദ്ധ കുർബാന ഈ ജൂബിലി കപ്പേള അർപ്പിക്കുന്നതും തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ജൂബിലി കപ്പേളയിൽ തിരികെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടിയാണ് ഈ നാളെ